അപ്പോൾ സിറാത്തുൽ മുസ്തഖീം എന്നത് ചൊവ്വായ റൂട്ടാണ്, ക്ലിയറായ റൂട്ടാണ്, അതിൽ വളവ് തിരിവലുകളില്ല. വന്നഹദാ സിറാത്തീ മുസ്തഖീമാ ഫത്തബിഊഹു, എൻ്റെ റൂട്ട് ഇത് മുസ്തഖീമായ റൂട്ടാണ്, അതിനെയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത്. വലാ തത്തബിഉ സുബുല വലാ തത്തബിഉ അഹ്വാ അല്ലദീന ലാ യഅലമൂൻ, അറിവില്ലാത്തവരുടെ റൂട്ട് നിങ്ങൾ പിൻപറ്റരുത്, അറിവില്ലാത്തവരുണ്ടാക്കിയതായ ഉപ റൂട്ട്സുകൾ. വലാ തത്തബിഉ സുബുല, ഉപ റൂട്ട്സുകളെ നിങ്ങൾ പിൻപറ്റരുത്. ഫതഫറഖ ബികും അൻ സബീലിഹി, അല്ലാഹുവിന്റെ ഒറിജിനൽ റൂട്ടിൽ നിന്നിട്ട് അവർ നിങ്ങളെ വഴിപഴപ്പിച്ച് കളയും. പിന്നെ പ്രയോജനമില്ലാതെയായി മാറും, ജീവിതത്തിന് ആസ്വാദനമില്ലാതെയായി മാറും, ജീവിതത്തിൽ സുഖമില്ലാതെയായി മാറും, മാനസിക രോഗം വർദ്ധിക്കും. പിന്നെ വള്ളി അന്വേഷിച്ച് നടക്കേണ്ടി വരും, തൂക്കാൻ വേണ്ടിയും തൂങ്ങി മരിക്കാൻ വേണ്ടിയും. അതാണ് സംഭവിക്കുന്നത്. ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് ജീവിക്കാത്തവരിൽ അത് നിങ്ങൾ ഈ കേട്ടതായ ഹദീസിന്റെ അവസാനത്തിൽ മീതെ നിന്ന് വിളിച്ച് പറയുന്ന ആൾ ആരാണ്? പാലത്തിന്റെ സൈഡിൽ നിന്ന് വിളിച്ച് പറയുന്നത് ഖുർആനാണ്. മീതെ നിന്ന് വിളിച്ച് പറയുന്നത് ഓരോ മുസ്ലിമിന്റെ മനസാക്ഷിയാണ്. ഹൃദയത്തിൽ നിന്നിട്ട് എന്ത് വരും? മുസ്ലിമാണെങ്കിൽ തെറ്റ് ചെയ്യാൻ പോകുമ്പോൾ തെറ്റല്ലേ എന്ന് തോന്നും, വ്യഭിചരിക്കാൻ പോകുമ്പോൾ തെറ്റല്ലേ. എല്ലാവരും പരിശോധിച്ച് നോക്കുക. ഒരു സുന്ദരിയായ പെണ്ണിങ്ങനെ പോകുന്ന കാണുമ്പോൾ തോന്നാൻ ഇബ്ലീസിന്റെ ഭാഗത്തുനിന്ന് വഹി വരും. അപ്പോൾ മനസാക്ഷി പറയും തെറ്റല്ലേ എന്ന്. പക്ഷേ ചിലപ്പോൾ ഈമാൻ ശേഷി കെട്ട ആളാണെങ്കിൽ ദുർബല നിമിഷത്തിൽ ഇബ്ലീസിനെ വഴിപ്പെട്ടുകൊണ്ട് നോക്കുന്നു. ചിലപ്പോൾ ഈമാൻ ശക്തിയുള്ള ആളാണെങ്കിൽ ഫാത്തിഹ ഓതേണ്ടതുപോലെ റബ്ബിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ എന്ന് പറഞ്ഞ വ്യക്തിയാണെങ്കിൽ അത് ആസ്വദിക്കുന്നത് കൊണ്ട് ഇനിയും പോകേണ്ടതുണ്ടല്ലോ. ഇപ്പോൾ പെണ്ണിനെ നോക്കിയാൽ അള്ളാഹ് ഇഷ്ടപ്പെടാത്ത നോട്ടം ഇപ്പോൾ നോക്കിയാൽ ഞാൻ എങ്ങനെയാണ് മഗ്രിബിന് പോയിട്ട് ഇയ്യാക നഅ്ബുദു പറയാ എന്നതോർക്കും. അപ്പോൾ തെറ്റ് വേണ്ട എന്ന് വെക്കും. അതാണ് ഹൃദയത്തിൽ നിന്നിട്ട് ഉദിച്ചു വരുന്നതായ മുസ്ലിമിന്റെ മനസ്സാക്ഷിയിൽ നിന്നിട്ട് പൊങ്ങി വരുന്നതായ ഭാഗമെന്ന് റസൂൽ പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വതആല ജല്ല ജലാലുഹു തന്നെയാണ് നമ്മെ ഈ സൂറത്തുൽ ഫാത്തിഹ ഓതാനും ഉൾക്കൊള്ളാനും പഠിക്കാനും ഫാത്തിഹ അത് നമസ്കാരത്തിൽ ഉൾക്കൊള്ളിക്കാനും ഒക്കെ കൽപ്പിച്ചതായ റബ്ബ് അവനെ തന്നെ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫാത്തിഹയുടെ തുടക്കത്തിൽ തന്നെ അൽഹംദു ലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇതിൽ സിഫാത്തുകളുണ്ട്, അസ്മാകളുണ്ട് എന്ന് ഞാൻ പറഞ്ഞു. ഖുർആനിൽ അള്ളാഹിന്റെ വിശേഷണ നാമങ്ങൾ ഹംദ് അള്ളാഹ്ക്ക് മാത്രമേ പാടുള്ളൂ. കാരണം അവനാണ് യഥാർത്ഥത്തിൽ ഹംദിന് അർഹൻ. അവനാണ് ഈ ലോകത്തിലുള്ള സർവ്വാനുഗ്രഹങ്ങളും നമ്മൾക്ക് ചെയ്തു തന്നവൻ. അവനില്ലെങ്കിലും അവൻ ചെയ്തു തന്നിട്ടില്ലെങ്കിലും നമുക്കിത് ലഭിക്കുകയില്ല. ഉറപ്പാണ്. അതുകൊണ്ട് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഒരാൾ പറയുന്നതെങ്കിൽ അത് നമുക്ക് കിട്ടുന്നതായ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നിട്ട് ലഭിക്കുന്നതായ ഓരോ നിമിഷത്തിൽ കിട്ടുന്ന അനുഗ്രഹങ്ങൾ അത് ഓർത്തിട്ടാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നതെങ്കിൽ ആസ്വാദനമുണ്ടാകും. ഫാത്തിഹ ഉൾക്കൊണ്ട് ഓതിയാളായി മാറും. അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. 123 അക്ഷരമാണ് ഫാത്തിഹയിൽ എന്നാണല്ലോ തുടക്കത്തിൽ പറഞ്ഞത്. എന്നാൽ ഒരക്ഷരത്തിന് എത്ര കൂലിയാണ്? എത്ര പ്രതിഫലമാണ്? 10 പ്രതിഫലം അല്ലേ? 123നോ 1230 1230 ഹസനത്ത് ഒരു ഫാത്തിഹ ഓതുമ്പോൾ ഒരു മുസ്ലിമിന് കിട്ടിക്കഴിഞ്ഞു. ഇത് ജീവിതത്തിൽ കളവ് പറയാത്ത നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയുടെ പ്രഖ്യാപനമാണ്. ജീവിതത്തിൽ കളവ് പറയാത്ത റസൂൽ പറയാണ്, ഒരു ഹസനത്ത് ഭൂമിയിലുള്ള സർവ്വ അനുഗ്രഹങ്ങളെക്കാളും ഉത്തമമാണ്. അങ്ങനെയുള്ള 1230 കിട്ടുക. എന്തുകൊണ്ട്? ഇവിടെയുള്ളതെല്ലാം നശീകരിക്കുന്നതാണ്. ഇവിടെ എല്ലാം തിന്നു തീർക്കാനും നോക്കി തീർക്കാനും കണ്ടു തീർക്കാനും ആസ്വദിച്ചു തീർക്കാനും ഉള്ളതാണ്. ആസ്വദിച്ച് കണ്ട് തിന്ന് തീറ്റി ഇതെല്ലാം ചെയ്തവനും അവസാനം തീരും. അതാണ് ഇവിടുത്തെ സ്ഥിതി. അവിടെ അങ്ങനെയല്ല. അവിടെ എന്നെന്നും ജീവിക്കാനുള്ളതാണ്, എന്നെന്നും ആസ്വദിക്കാനുള്ളതാണ്. ഇഷ്ടമുള്ളതനുസരിച്ച് ആസ്വദിക്കാം, എന്തും ആസ്വദിക്കാം. അവിടെയുണ്ട് മനുഷ്യ ഇച്ഛ ആഗ്രഹിക്കുന്നത് അവിടെ കിട്ടും. എന്താ നിനക്ക് അവിടെ വേണ്ടത് അവിടെ കിട്ടും. അതാണ് സ്വർഗലോകം. അതേ സമയത്ത് തൊട്ട് പറയാണ് അർ-റഹ്മാനിർ റഹീം, പരമകാരുണികനും കരുണാനിയും നിധിയുമായ റബ്ബ്. അപ്പോൾ അല്ലാഹുവിന്റെ വിശേഷണ നാമങ്ങൾ അതാണ് തൗഹീദുൽ അസ്മാഇ വസ്സിഫാത്ത്. ആദ്യം തൗഹീദുർ റുബൂബിയ്യ. 3 തൗഹീദും ഫാത്തിഹയിൽ തന്നെയുണ്ട്. നിങ്ങൾ എവിടുന്ന് തല പുകഞ്ഞ് ചിന്തിച്ചിട്ട് ഖുർആന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ പറയുന്ന വിഷയങ്ങൾ നോക്കിയാൽ അതെല്ലാം അതിൻ്റെ ഒരു ശതമാനം ഫാത്തിഹയിൽ കാണാം. തൗഹീദുൽ അസ്മാ വ സിഫാത്താണ് റഹ്മാനുർ റഹീം, അള്ളാഹിന്റെ വിശേഷണ നാമങ്ങൾ.
അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അല്ലാഹ് റബ്ബാണ്, ഷിട്ടാവാണ്, ഖാലിഖാണ്, റാസിഖാണ് എന്ന് സമ്മതിക്കലാണ്. അതാണ് തൗഹീദുർ റുബൂബിയ്യ. പിന്നെ വരാൻ പോകുന്നതാണ് എന്ത്? മാലികി യൗമിദ്ദീൻ, പരലോകത്തിലുള്ള വിശ്വാസം. മാലികി യൗമിദ്ദീൻ, പ്രതിഫലം നൽകപ്പെടുന്ന നാളിന്റെ ഉടമസ്ഥൻ. ലിമനിൽ മുൽക്കുൽ യൗം, ഇന്ന് ആരുടെ കയ്യിലാണോ പ്രപഞ്ചം, ആരുടെ കയ്യിലാണോ ഇന്ന് അധികാരം, ആരാണോ ഇന്ന് രാജാവ് എന്ന് എല്ലാറ്റിനെയും പ്രപഞ്ചത്തെ ആ സകലം നശിപ്പിച്ച ശേഷം അള്ളാഹ് ചോദിക്കുന്ന ചോദ്യത്തെക്കുറിച്ച് പറയുന്നുണ്ട് ഹദീസിൽ. അവിടുന്ന് മറുപടി ലില്ലാഹിൽ വാഹിദുൽ ഖഹാർ, ഏകനായ അടക്കി ഭരിക്കുന്നവനായ റബ്ബിന് മാത്രമാണ് എന്ന് റബ്ബ് തന്നെ മറുപടി പറയല്ലാതെ വേറെ ആരും ഇല്ലാത്ത രംഗം വരാൻ പോകുന്നുണ്ട്. അവനാണ് റബ്ബ്. ആ റബ്ബിന്റെ അധീനത്തിൽ മാത്രം ഭൂമിയെ ചുരുട്ടിപ്പിടിച്ചിട്ട് കടലാസ് പിടിക്കുന്നത് പോലെ പ്രപഞ്ചത്തിൽ ജീവിച്ചവർ ആസകലം ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിച്ചവർ ആ മഹ്ശറയിൽ സന്നദ്ധരാകുന്നതായ ഒരു സന്ദർഭം വരാൻ പോകുന്നുണ്ട്. മുഖറബീങ്ങളായ മലക്കുകൾ മുട്ടുകുത്തി പ്രയാസപ്പെട്ടുകൊണ്ട് അള്ളാഹുവിലേക്ക് അടുത്ത ആ മലാക്കന്മാര് പ്രയാസപ്പെട്ട് വിഷമിച്ചുകൊണ്ട് കരയുന്ന ഞെട്ടുന്നതായ രംഗമാണത്. രക്ഷിക്കണം രക്ഷിക്കണം എന്ന് പറയുന്ന രംഗമാണത്. ഖുർആൻ പറയുന്നു, നമ്മുടെ വിഷയമാകുന്ന ഖുർആനിലേക്ക് എന്ന് നാം പറയുന്നുണ്ടല്ലോ. ആ ഖുർആൻ പറയുന്നു, യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി വ ഉമ്മിഹി വ അബീഹി വ സാഹിബതിഹി വബനീഹി ലികുല്ലി ഇംറിഇൻ മിൻഹും യൗമഇദിൻ ശഅനുൻ യുഗ്നീ. ഓരോ മനുഷ്യൻ അവൻ്റെ മക്കളെ തൊട്ട്, സന്താനങ്ങളെ തൊട്ട്, ഭാര്യയെ തൊട്ട്, ജീവസഖിയെ തൊട്ട്, ബാപ്പയെ തൊട്ട്, ഉമ്മയെ തൊട്ട് ഓടുന്നതാണ്. ആരും നഫ്സി നഫ്സി നഫ്സി, നഫ്സി നഫ്സി നഫ്സി. ഇബ്രാഹിം നഫ്സി എന്ന് പറയുന്നതാണ് റസൂലുള്ളാഹി പറയുന്നത്. റസൂലുള്ളാഹി പറയാണ് ഇബ്രാഹിം വരേക്കും അന്ന് നഫ്സി എന്ന് പറയുന്ന രംഗമാണ്. ഇബ്രാഹിമാണ് റസൂൽ കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ നേതാവ് അല്ലേ? ലോകം കണ്ട മഹാനേതാക്കളിൽ നേതാവാണ് നമ്മുടെ അനുശേദ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് എല്ലാവരും അംഗീകരിക്കുന്നതാണ്, എല്ലാവരും സ്വീകരിക്കുന്നതാണ്, ശത്രുക്കൾ വരെ അംഗീകരിക്കുന്നതാണ്. നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ കേന്ദ്രമന്ത്രിയായ സഹോദരൻ മദീനയിൽ വെച്ചിട്ട് എന്നോട് പറയുകയുണ്ടായ ഐക്യരാഷ്ട്ര സഭയിൽ കണ്ട പുസ്തകത്തെക്കുറിച്ച്. നമുക്ക് പരിചയമുള്ളതാണ്, അത് പലപ്പോഴും കേട്ടതാണ് പല പ്രാസംഗികന്മാരിലൂടെയും. അവിടെ അവർക്ക് ലോകത്തിൽ ഏറ്റവും ഉയർന്ന സ്റ്റാൻഡേർഡിന് അർഹനായ നേതാവ് ആരാണ് എന്ന് പുസ്തകത്തിൽ എഴുതാൻ ഗ്രന്ഥകർത്താവിന് തോന്നിയത് മുഹമ്മദിനെയാണ്. അതിൻ്റെ ശേഷമാണ് പിന്നെ യേശുക്രിസ്തുവിൻ്റെ പേര് വന്നത്. അതിൻ്റെ ശേഷമാണ് പിന്നെ കണ്ടുപിടുത്തക്കാരുടെ പേര് വന്നത്. സത്യം പറിച്ചു വെക്കാൻ പറ്റൂല, അതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെയുള്ള വ്യക്തിത്വത്തെ ലോകം കണ്ടിട്ടില്ല. മുഹമ്മദ് ബിൻ അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ നേരെ താഴെ നിൽക്കുന്ന വ്യക്തിത്വമാണ് വിശുദ്ധ കഅബ കെട്ടിയതായ ഖലീലുല്ലാഹി ഇബ്രാഹിം, അള്ളാഹുവിൻ്റെ ഖലീലായ ഇബ്രാഹിം. ഖലീൽ എന്ന് പറഞ്ഞാൽ ഖുല്ലത്ത്, സ്നേഹത്തിന്റെ ഉത്തുംഗ ശൃംഗത്തിൽ നിൽക്കുന്ന ഒരു പദവിയാണ്. ആ പദവി അള്ളാഹ് രണ്ട് വ്യക്തിക്ക് ലോകത്തിൽ കൊടുത്തിട്ടുള്ളൂ. ഒന്ന് മുഹമ്മദ് ബിൻ അബ്ദില്ലാ, മദീനയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ അനുശേദ നേതാവായ മുഹമ്മദ് ബിൻ അബ്ദില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം. മറ്റൊന്ന് ഖലീലുല്ലാഹി ഇബ്രാഹിം. ഈ രണ്ട് വ്യക്തിക്ക് മാത്രമേ ആ സ്റ്റാൻഡേർഡ് അള്ളാഹ് നൽകിയിട്ടുള്ളൂ. അങ്ങനെയുള്ള ഇബ്രാഹിമിനെ കുറിച്ച് പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് അനലഹ എന്ന് പറയുന്ന രംഗത്തിൽ അവരവിടുന്ന് ഒഴിഞ്ഞു മാറുന്ന രംഗമാണ്. നമ്മുടെ സ്ഥിതി എന്തായിരിക്കും? ഇബ്രാഹിം ഒഴിഞ്ഞു മാറുമെങ്കിൽ, ഈസ ഒഴിഞ്ഞു മാറുമെങ്കിൽ, മൂസ ഒഴിഞ്ഞു മാറുമെങ്കിൽ അവർക്ക് പ്രയാസമാണ് അള്ളാഹിനോട് നേരിട്ട് സംസാരിക്കാനെന്നാണ് പറഞ്ഞു വരുന്നത്. അവർ നരകത്തിൽ പോകുമെന്നല്ല, അവർ ശിക്ഷിക്കപ്പെടുമെന്നല്ല. പക്ഷേ അവർക്ക് അന്നേത്തെ ദിവസത്തിലുള്ളതായ ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ഇന്ന റബ്ബി ഖദ് ഖദിബൽ യൗമ ഖദ്ബൻ ലൻ യഗ്ളബ മിഥ്ലഹു ഖബ്ല ലം യഗ്ളബ മിഥ്ലഹു ഖബ്ല വലൻ യഗ്ളബ മിഥ്ലഹു ബഅദ. അങ്ങനെയുള്ള ദേഷ്യം ഇതിനു മുമ്പ് ദേഷ്യപ്പെട്ടിട്ടില്ല. വലൻ യഗ്ളബ മിഥ്ലഹു ബഅദ, ഇനി അങ്ങനെ ദേഷ്യപ്പെടുകയുമില്ല. ആ സൈസിലുള്ള കോപത്തിലാണ്. എന്താ കാരണം? 1,00,000 പരം നബിമാർ ഇവിടെ വരിക, അവർ പ്രബോധനം ചെയ്യുക, ഓരോ കാലഘട്ടങ്ങളിൽ വരുന്നതായ തോന്നിവാസികളെയും ധിക്കാരികളെയും ഇവിടെ സൃഷ്ടിച്ച് ലോകത്തിന് പാഠം പഠിപ്പിക്കുക. അത് ഗോത്രക്കാരൊരു ഭാഗത്ത് ചൊടിയിട്ട് കൊണ്ട് ചുട്ടി ചാമ്പലാക്കി യമനിൽ. അതുപോലെ സമൂത് ഗോത്രക്കാരെ ഇപ്പോൾ സൗദി അറേബ്യൻ്റെ അതിർത്തിയുള്ള സ്ഥലമാണ്. അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കാറ്റ് കൊണ്ടും മറ്റും നശിപ്പിച്ചു. അതുപോലെ തന്നെ വർഗഭോഗം നടത്തിയതായ ലൂത്ത് നബിയുടെ സമൂഹമാകുന്ന 4,00,000 പരം വരുന്നവരുടെ നാടിനെ
താഴെയുള്ള ഭാഗം മേൽഭാഗമാക്കി ഇപ്പോഴും ചാവുകടൽ എന്ന പേരിൽ ആ സ്ഥലം അറിയപ്പെടുന്നു. ഇന്നും നമുക്ക് കാണാവുന്നതാണ് ആ ശിക്ഷിക്കപ്പെട്ട നാട്. അങ്ങനെ പല നിലക്കും ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്തിട്ട് അള്ളാഹുവിൻ്റെ ഏകത്വത്തെയും അവൻ്റെ കഴിവിനെയും തെളിയിച്ച് ഇവിടെ നബിമാരെയും പ്രബോധകന്മാരെയും പ്രവർത്തകന്മാരെയും അപ്രകാരം തന്നെ ഗ്രന്ഥങ്ങളെയും എല്ലാം ഇറക്കി കൊടുത്തിട്ട് പരലോകത്തിലേക്ക് എല്ലാവരും ഹാജരായി നോക്കുമ്പോൾ മില്യനുകൾ കോടിക്കണക്കിൽ ജനങ്ങൾ നരകത്തിലേക്ക് പോകുന്നവർ. അള്ളാഹുവിൻ്റെ ദേഷ്യം കോപമെന്ന് ഇത് പ്രകടമാവാതിരിക്കുമോ? അതുകൊണ്ടാണ് ഇബ്രാഹിം പറയുന്നത് റബ്ബിനോട് ഇന്ന് സംസാരിക്കാൻ പറ്റൂല, റബ്ബ് വല്ലാത്ത കോപത്തിലാണ്. ഓരോ നബിയും അങ്ങനെ പറയും. അവസാനം അതിന് അർഹനായി വരുന്നവര് ഈ ഫാത്തിഹ ഇറക്കപ്പെട്ടതായ മുഹമ്മദ് ബിൻ അബ്ദില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമാണ്. ആനലഹ എന്ന് പറഞ്ഞ് മുന്നോട്ട് വരിക. അതെ സഹോദരന്മാരെ, നാം പറഞ്ഞു തുടക്കത്തിൽ തന്നെ ഇന്ന ഹാദൽ ഖുർആൻ യഹ്ദി ലില്ലതി ഹി അഖ്വം. അതുകൊണ്ട് തന്നെ ഈ ഖുർആൻ ഇവിടെ വരുമ്പോൾ ഫാത്തിഹ ഇവിടെ നാം ഓതുമ്പോൾ സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവരുടെ പാതയിൽ, ഗൈറിൽ മഗ്ദൂബി അലൈഹിം പിഴച്ചവരുടെ പാതയിലല്ല, നീ കോപ്പിച്ചവരുടെ പാതയിലല്ല, വലദ്ദാലിൻ പിഴച്ചവരുടെ പാതയിലുമല്ല എന്ന് പറയുമ്പോൾ അവരെല്ലാം പരിപൂർണതയിലേക്ക് എത്താത്തവരും അല്ലെങ്കിൽ അവരെല്ലാം പിഴക്കാൻ കാരണവും എന്തുകൊണ്ടാണ് എന്നത് പഠിക്കാൻ നമ്മെ അത് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ നാം പഠിക്കുകയും ചെയ്യുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ആരാണ് വഴിവഴച്ചവർ, ആരാണ് അള്ളാഹു കോപ്പിച്ചവർ, ആരാണ് അള്ളാഹു പന്നിയാക്കി കൊരങ്ങാക്കി കോലം മാറ്റിയവർ. അറിയില്ലേ? നമുക്ക് അറിയാം. ആരെയാണ് അള്ളാഹു പന്നിയാക്കി കോലം മാറ്റിയത്, ആരെയാണ് കൊരങ്ങാക്കി കോലം മാറ്റിയത്? ജൂതന്മാരെയാണ്. അങ്ങനെയുള്ളതായ ആൾക്കാരൊക്കെയാണ് ഇവിടെ ഈ ആയത്തിൽ പറയുന്നതെന്ന് മനസ്സിലാക്കുമ്പോൾ സത്യവിശ്വാസികളായ ഏകദൈവ വിശ്വാസികൾ ആരുണ്ടോ അവരുടെ കഠിന ശത്രുക്കൾ അന്ത്യദിനം വരേക്കും ആരായിരിക്കും? ഒന്നാം സ്ഥാനത്തിൽ നിൽക്കുന്നവരാരായിരിക്കും? അവർ ജൂതന്മാരാണ്. ഖുർആൻ പറയുന്നു ജൂതന്മാരാണ്. അവിടെ അങ്ങനെയുള്ളവരുടെ അപകടത്തിൽ, അങ്ങനെയുള്ളവരിൽ പെടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥന. നാം ഫാത്തിഹ ഓതുമ്പോൾ പ്രാർത്ഥിക്കുന്നു സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അനുഗ്രഹിച്ചവരുടെ വഴിയിൽ എന്ന് പറഞ്ഞ ശേഷം പിന്നെ ഗൈറിൽ മഗ്ദൂബി അലൈഹിം, നീ കോപ്പിച്ചതായ ജൂതന്മാരുടെ റൂട്ടിലല്ല. പിന്നെയോ വലദ്ദാലീൻ, വഴി പിഴച്ചവരുടെ റൂട്ടിലുമല്ല. വഴി പിഴച്ചവർ, അമിതമാക്കിയവർ, യേശുക്രിസ്തുവിനെ പൂജിച്ചവർ, 3 ദൈവത്തെ കണ്ടവർ, ഒരു ദൈവത്തിന് പകരം 3 ദൈവത്തിന് സങ്കല്പിച്ചുണ്ടാക്കിയവർ, അവരുമല്ല, അവരെ കുറിച്ച് പിഴച്ചവർ എന്ന്. അപ്പോൾ അവിടെയെല്ലാം നാം എന്ത് വേണ്ടി വരുന്നു? പഠിക്കേണ്ടി വരുന്നു അതിനെക്കുറിച്ച്. അതിലേക്കുള്ള പ്രേരണ നാം ഓതുന്ന ഫാത്തിഹ നമുക്ക് നൽകുന്നു. അത് നൽകണം. ആ സൈസിൽ ഫാത്തിഹ പഠിക്കണം. അങ്ങനെ ഫാത്തിഹ ഓതാനും പരിശ്രമിക്കണം. അതിന് നിങ്ങളുടെ മുമ്പിലുള്ളതായ പരിഭാഷകളൊക്കെ സഹായകമാണ് എന്നത് പറഞ്ഞറിയിക്കേണ്ടതില്ല.